കിട്ടുന്ന വിവരപ്രകാരം ഒരു UDF സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് CC മുകുന്ദൻ്റെ കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം തന്നെ KC വേണുഗോപാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും CC മുകുന്ദനുമായി സംസാരിച്ചിട്ടുണ്ട്. നാട്ടിക നമുക്കറിയാവുന്ന പോലെ ഇടത് കോട്ടയായി കരുതപ്പെടുന്ന സ്ഥലം BJPക്ക് അവിടെ പല ഭാഗങ്ങളിലും വോട്ടുണ്ടെങ്കിലും CPIക്ക് വലിയ രീതിയിൽ വോട്ടുള്ള സ്ഥലമാണ്. അവിടെ സുനിൽ ലാലൂരാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. വലിയ രീതിയിലുള്ള പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വളരെ പ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സുനിൽ ലാലൂരിനെ അവതരിപ്പിച്ചിരുന്നു. ഇത്തവണയും സുനിൽ ലാലൂരിനെ വീണ്ടും നാട്ടികയിൽ ഇറക്കാനുള്ള ആലോചന തന്നെയാണ് കോൺഗ്രസ് നടന്നത്. മുകുന്ദനെ ചാടിച്ചുകൊണ്ട് മുകുന്ദനെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരു മത്സരത്തിൽ കൂടി നല്ലൊരു ഫൈറ്റ് കൊടുക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമുണ്ടെന്ന് കോൺഗ്രസ് വലിയ രീതിയിൽ വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ നാട്ടികയിൽ മുകുന്ദനെ കൂടെ നിർത്തിയാൽ മുകുന്ദന് അനുകൂല വോട്ടുകളും ജനകീയനായ MLAക്ക് കിട്ടുന്ന പൊതു പിന്തുണയും UDFിൻ്റെ പ്രവർത്തനം കൊണ്ട് നേടാവുന്ന വോട്ടുകളും എല്ലാം ചേർത്ത് ഒരർത്ഥത്തിൽ മണ്ഡലത്തിൽ ഒരു കടുത്ത പോരാട്ടത്തിന് UDF കളമൊരുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. TM പ്രതാപനും അത് പറയാതെ പറയുന്നുണ്ട്. രാഷ്ട്രീയം അവസരത്തിൻ്റെ കലയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പലതും വിട്ടു പറയാൻ കഴിയില്ലെങ്കിലും CC മുകുന്ദനെ UDF പാളയത്തിൽ എത്തിച്ച് സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ AICCയുടെ ഒരു നിർണായക നീക്കമായി അത് മാറുന്നു എന്നും പറയേണ്ടി വരും. നാട്ടിക തൃശ്ശൂരിലെ ഏറ്റവും ഹോട്ട് സീറ്റായി മാറുകയും ചെയ്യും. അജിംസ് ശരി. CC മുകുന്ദൻ പാർട്ടിയുമായി പിണങ്ങി, സീറ്റ് നൽകാത്തതിൽ പിണങ്ങി സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അദ്ദേഹവുമായി ആശയവിനിമയം നടത്തും.